ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ബിനോയ്. എല്ലാവർക്കും ബിനോയ്സ് തോട്ടിലേക്ക് സ്വാഗതം. ആക്ച്വലി നമ്മുടെ മാർക്കറ്റ് കണ്ടീഷൻ വളരെ മോശമാണ്. 1-2 ദിവസത്തെ ബൗൺസ് ബാക്ക് കണ്ടിട്ട് സിംബേസിലേക്കോ ഇൻട്രാഡേയോ ചെയ്യാണ്ടിരിക്കുക. കാരണം ഒരുപാട് നെഗറ്റീവ് ഫാക്ടേഴ്സാണ് ഇപ്പോൾ മാർക്കറ്റിലുള്ളത്. റുപ്പിയുടെ ഡിപ്രിസിയേഷൻ അഗൈൻസ്റ്റ് ഡോളർ 87 റുപ്പീസ് 90 റുപ്പീസ് വരെ പോകുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ബാങ്ക്സ് ഫേസ് ചെയ്യുന്ന ലിക്വിഡിറ്റി പ്രോബ്ലംസ്. നെക്സ്റ്റ് വീക്കിൽ ആണ് ട്രംപ് അധികാരത്തിൽ വരുന്നത്. പുള്ളി എടുക്കാവുന്ന തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ മാർക്കറ്റ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ചില എല്ലാ ഷെയർസും റീബൗണ്ട് ചെയ്യാൻ സാധ്യതകളുമുണ്ട്. മെയിൻലി പ്രശ്നം നമ്മുടെ റുപ്പി ഡിപ്രിസിയേഷനും അതിന് ബാങ്ക് ഫേസ് ചെയ്യുന്ന ലിക്വിഡിറ്റി പ്രോബ്ലംസാണ്. ഇതുകൊണ്ടാണ് പല സൂപ്പർ സ്റ്റോക്സ് നല്ല ചീപ്പ് വാല്യുവേഷനാണ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ 2025 ത്രൂ ഔട്ട് ഈ ഒരു കഴിഞ്ഞ കൊല്ലം കിട്ടിയ മാതിരി ബുൾ മാർക്കറ്റ് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഈ ഒരു പീരീഡ് 2025 ബിയർ മാർക്കറ്റ് ആണെങ്കിൽ ഇത് നല്ല നല്ല സ്റ്റോക്സ് അക്യുമുലേറ്റ് ചെയ്യാനുള്ള അവസരമാക്കി മാറ്റാം. ഈ ഒരു എൻറ്റയർ ഇയർ വേണമെങ്കിൽ SIP ആയിട്ടോ നല്ല നല്ല സ്റ്റോക്സ് അക്യുമുലേറ്റ് ചെയ്യുക. 2027, 2028, 2029 100% നല്ല ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. കാരണം ഇപ്പോഴത്തെ ടൈം ബീയിങ്ങുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ സോൾവ് ചെയ്ത് പോവും. ഇന്ത്യ ഒരു നല്ലൊരു ശക്തിയാവാൻ സാധ്യതയുണ്ട്. ഇന്ത്യൻ്റെ ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യൻ്റെ എക്കോണമി വളരെ സ്ട്രെങ്ത് ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോഴത്തെ കണ്ടീഷൻസ് വളരെ വേസ്റ്റ് ആണെങ്കിലും ഭാവിയിൽ ബേസ്ഡ് ഓൺ റിസോഴ്സസ് ഇന്ത്യ ഒരു വേറെ ലെവലെത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ 2029 ആകുമ്പോഴേക്ക് ഈ നല്ലൊരു ബുൾ മാർക്കറ്റ് വരുമ്പോൾ ഇപ്പം ഈ സ്റ്റോക്സൊക്കെ നല്ല ചീപ്പിൽ റേറ്റ് കിട്ടുമ്പോൾ വാങ്ങി വെക്കുകയാണ് ചെയ്യേണ്ടത്. 2-3 കൊല്ലത്തേക്ക് പെർസ്പെക്റ്റീവിലായിരിക്കണം നമ്മൾ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. സോ ഒരുപാട് തീംസിൽ നമുക്ക് ബെറ്റ് ചെയ്യാം. ഭാവിയിൽ വളർച്ചാ സാധ്യതയുള്ള ഒരുപാട് തീംസിൽ നമുക്ക് ബെറ്റ് ചെയ്യാനുണ്ട്. ഓൾറെഡി ഒരുപാട് സ്റ്റോക്സ് ഓരോ തീമിനും പറയുന്നുണ്ട്. ഇന്ന് ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സെക്ടർ എന്ന് പറയുകയാണെങ്കിൽ വാട്ടർ ട്രീറ്റ്മെൻറ്റ് സെക്ടറാണ്. നമുക്ക് ജസ്റ്റ് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യമുള്ള എത്രത്തോളം പൊട്ടൻഷ്യാലിറ്റി ഈ വാട്ടർ ട്രീറ്റ്മെൻറ്റ് രംഗത്ത് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മാത്രം കിട്ടാവുന്ന ഒരു സംഭവമാണത്. ഭാവിയിൽ വാട്ടർ സ്കാർസിറ്റിയാണ് വരാൻ പോകുന്നത്. പ്യുവർ വാട്ടർ കിട്ടാൻ വളരെ കുറവാണ്. നമ്മൾ നിലവിലുള്ള മോശം വെള്ളമൊക്കെ മാറ്റി ക്ലീൻ വാട്ടറേക്ക് മാറ്റുന്ന സിസ്റ്റം ഇത് ഡ്രിങ്കിങ് വാട്ടർ മാത്രമല്ല ഭാവിയിൽ വരാവുന്ന ഫ്യൂച്ചർ ഫ്യൂവൽസിലൊക്കെ തന്നെ ഈ ഒരു ഒഴിവാക്കാൻ പറ്റാത്തൊരു ഘടകമാണ് ഈ ക്ലീൻ വാട്ടർ കമ്പനി. വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ തന്നെ സഫിഷ്യൻ്റ് നീഡാണ്. ഇതിന് പുറമെ പല രാജ്യങ്ങളിലും ഇത് തന്നെയാണ് ആവർത്തിക്കാൻ പോകുന്നത്. അപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റോക്സ് ഈ സെക്ടറിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റോക്സ് 10 എടുത്ത 2-3 സ്റ്റോക്സ് ഇന്ത്യയിൽ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. സോ ഇതിന് ഓവർ സൈസ് ഓർഡേഴ്സ് കിട്ടാനുള്ള വളരെ പൊട്ടൻഷ്യൽ ഒരു ബിസിനസ് കിട്ടാനുള്ള സാധ്യതയുള്ള ഒരുപാട് കമ്പനീസ് വളരെ ചീപ്പ് റേറ്റിൽ ഇപ്പം അവൈലബിൾ ആണ്. സോ എൻ്റയർ സെക്ടറിൽ ഞാൻ ബുള്ളിഷാണ്. ഇതിൽ ഏറ്റവും വലിയ സ്റ്റോക്ക് വാട്ടക് വെബാക്ക് ഓൾറെഡി ഞാൻ എത്രയോ കൊല്ലം മുന്നേ റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്കാണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന സ്റ്റോക്ക് EMS ആണ്. EMSന് മുന്നേയും ഓൾറെഡി റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്കാണ്. വാല്യുവേഷൻ വൈസ് വളരെ ചീപ്പിലാണ് EMS സ്റ്റോക്ക് കിടക്കുന്നത്. ഇപ്പോൾ ഈ ദുബായിലൊക്കെ തന്നെ ഈ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സിന് വളരെയധികം സ്കോപ്പ് ഉണ്ട്. അപ്പോൾ ഇവർ EMS ഒക്കെ തന്നെ ഇനി അങ്ങോട്ടൊക്കെ എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഗൾഫ് രാഷ്ട്രങ്ങളിൽ എൻ്റർ ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ EMS എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് കമ്പനിയാണ് EMS. നമ്പർ 1 കമ്പനി വാട്ടക് വെബാക്കാണ്. പക്ഷേ വാല്യുവേഷൻ ലിറ്റിൽ ബിറ്റ് എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് EMS സ്റ്റോക്ക് വളരെ ചീപ്ലി വാല്യൂഡ് ആണ്. എന്നിരുന്നാലും ഇപ്പോഴത്തെ ക്ലോസിംഗ് പ്രൈസ് 798 ആണ്. ഇതിൽ ചാടിക്കയറി വാങ്ങണ്ട. നോക്കി മാർക്കറ്റ് കണ്ടീഷൻസൊക്കെ ഓക്കെ ആണെന്ന് തോന്നി മെല്ലെ എൻ്റർ ചെയ്തിട്ട് അക്യുമുലേറ്റ് ചെയ്ത് വെക്കുക. EMS സ്റ്റോക്ക് ഡെഫിനറ്റായിട്ടും ഒരു 2000 റുപ്പീസിൽ പോകാൻ സാധ്യതയുള്ള എല്ലാ ഘടകവും സാധ്യതയുള്ള കമ്പനിയാണ് EMS. ഒരു EPC കമ്പനിയാണ് ബേസ്ഡ് ഓൺ ഡൽഹി. വാട്ടർ ആൻഡ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് കമ്പനിയാണ്. അതുപോലെ തന്നെ വേസ്റ്റ് വാട്ടർ സ്കീം പ്രൊജക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഓപ്പറേഷൻ ചെയ്യുന്ന കമ്പനിയാണ്. സ്യൂവേജ് മുതൽ അങ്ങോട്ട് വാട്ടർ ട്രീറ്റ്മെൻറ്റ് വാട്ടർ സപ്ലൈ സിസ്റ്റം വാട്ടർ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം ഒക്കെ ചെയ്യുന്ന ഒരു കമ്പനിയാണ് EMS. ഇപ്പോൾ സ്യൂവേജ് സിസ്റ്റം എന്ന് പറയുകയാണെങ്കിൽ ഓൾറെഡി ഈ വളരെ വേസ്റ്റ് വാട്ടേഴ്സിനൊക്കെ പൈപ്പ് ലൈനിലൂടെ കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് സംഭരിച്ച് വെച്ചിട്ട് അവിടെ നിന്നും ആ വാട്ടർ ട്രീറ്റ് ചെയ്ത്
കൊടുക്കുന്ന കമ്പനിയാണ് EMS. അതുപോലെ തന്നെ വാട്ടർ സപ്ലൈ സിസ്റ്റം കൂടെയുള്ള കമ്പനിയാണ് EMS. ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഈ സെക്ടറിനെ ഈ കമ്പനിയെ പറ്റി മാത്രമാണ് ഇന്ന് പറയുന്നത്. ഈ ഒരുപാട് ബിസിനസ്സിലേക്കുള്ള കമ്പനി സുവേജ് സൊല്യൂഷൻസ്, വാട്ടർ സപ്ലൈ സിസ്റ്റംസ്, ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഇങ്ങനെ ഒരുപാട് ബിസിനസ് ഇൻവോൾവ് ചെയ്ത കമ്പനിയാണ് EMS. റീസെൻ്റ്ലി അവർക്ക് ഓർഡേഴ്സ് 416 കോടി ഓർഡർ കിട്ടിയിട്ടുണ്ട്. ബാക്ക് ടു ബാക്ക് ഓർഡേഴ്സ് അവർക്ക് വരുന്നുണ്ട്, എബ്രോഡ് ഓർഡേഴ്സ് വരുന്നുണ്ട്. ഷെയർ ക്യാപിറ്റൽ വളരെ കുറവാണ്, 55 കോടി ഷെയർ ക്യാപിറ്റലുള്ളൂ. റിസർവ് 129 കോടിയുണ്ട്. 1800 മേലെ 1800 കോടിന് മേലെ ഓർഡർ ബുക്ക് ഉള്ള ഒരു കമ്പനിയാണ് EMS. ഈ ഒരു ഓർഡർ ഡബിൾ ആവാൻ സാധ്യതയുണ്ടെന്നാണ് കമ്പനി പറയുന്നത്. ഇപ്പോഴത്തെ ഒരു വാല്യൂഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ മറ്റേ കമ്പനീസിനെ താരതമ്യം വെച്ച് നോക്കുമ്പം വളരെ ചീപ്പ് വാല്യൂഷനാണ് EMS ഉള്ളത്. ഇന്ത്യയിലെ വാട്ടക്, വെബാഗ്, EMS, വിഷ്ണു പ്രകാശ്, ഈ മൂന്നും സ്റ്റോക്കും ഭാവിയിലേക്ക് മൾട്ടി ബാഗ് റിട്ടേൺ തരാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. പ്രസൻറ്റ് പ്രൈസ് 796 ആണ്. ഇയർ ഹൈ 1016, ഇയർ ലോ 356. 10 രൂപ ഫേസ് വാല്യൂ ഉള്ള കമ്പനിയാണ്. PE റേഷ്യോ 26 ഉള്ളൂ. ഇൻഡസ്ട്രിയൽ PE 37.68 ആണ്. ബുക്ക് വാല്യൂ 157 ഉണ്ട്. ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ്. അപ്പോൾ ഈ ഒരു സെക്ടറിൽ കടമില്ലാത്ത PE റേഷ്യോ ഇൻഡസ്ട്രി PEനെക്കാട്ടും താഴെയുള്ള നല്ല വാല്യുബിൾ ആയിട്ടുള്ള സ്റ്റോക്കാണ് EMS. വാട്ടർ വേസ്റ്റ് സ്കീം പ്രൊജക്റ്റും വാട്ടർ സപ്ലൈ സ്കീം പ്രൊജക്റ്റും ഈ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ് EMS. സോ ഇത് നിങ്ങളെ പോർട്ട്ഫോളിയോയിൽ വെക്കുക, നിങ്ങളെ വാച്ച് ലിസ്റ്റിൽ വെക്കുക. ഇന്ന് ഓരോ ഡിപ്പിലും വാങ്ങി അക്യുമുലേറ്റ് ചെയ്യുക. ഒരു 1500 മുതൽ 2000 വരെ പോകാൻ സാധ്യതയുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കമ്പനിയാണ് EMS. ഈ സെക്ടറാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ടർ. എന്തായാലും വളർച്ച സാധ്യതയുള്ള സെക്ടറാണ്. എവിടെയും ഈ പ്യുവർ വാട്ടർ സ്കാർസിറ്റി ഉണ്ടാകുമ്പോൾ ലോകമെമ്പാടും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോകത്തിൽ മികച്ച കമ്പനീസിനൊക്കെ ഒരുപാട് ഓർഡേഴ്സ് വേൾഡ് വൈഡ് കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ EMS അങ്ങനത്തൊരു സൂപ്പർ സ്റ്റോക്കാണ്. സോ നിങ്ങൾ വാച്ച് ലിസ്റ്റ് വെച്ചത് ആഡ് ചെയ്യുക. ഈ കൊല്ലം കംപ്ലീറ്റ് ആഡ് ചെയ്യാവുന്ന സ്റ്റോക്കാണ് EMS. 2028 ആകുമ്പോഴേക്ക് 2000 അടുത്ത് തന്നെ പോകാനുള്ള സാധ്യത, ഒരു ബോണസ് ഇഷ്യൂസൊക്കെ ഈ കമ്പനിയിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുക. സോ ഈ ഒരു സ്റ്റോക്ക് EMS എന്ന സ്റ്റോക്ക് സ്വിംഗ് ബേസ്ഡോ ഇൻട്രാഡേ ഒന്നല്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് കണ്ടീഷൻ നോക്കുക. നാളെ മറ്റന്നാളൊക്കെ മാർക്കറ്റ് വേസ്റ്റാണ്, എൻട്രി ചെയ്യാണ്ട് നിൽക്കുക. ചിലപ്പോൾ ഒരു 700 റുപ്പീസിലോ കിട്ടാനുള്ള സാധ്യതയുണ്ട്. എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അത് SIP വാങ്ങി വെച്ചത് 2027 വിൽക്കാൻ ഭാഗത്തിന് അക്യുമുലേറ്റ് ചെയ്യേണ്ട സ്റ്റോക്കാണ് EMS. സോ ആസ് യൂഷ്വൽ ഞാനൊരു SEBI രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. സ്വന്തം പഠിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആരും അഡ്വൈസ് ഉണ്ട്, അവിടെ ചോദിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യുക. പുതുതായി തന്നെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.